എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടെ ഞാൻ കാണിച്ചു തരുന്നത് യാതൊരു വിധത്തിലും ഒരു ചിലവുമില്ലാതെ നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലുമൊക്കെ വളരെ മനോഹരമായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന ചെമ്പരത്തി പൂ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത്. ഈ ഒരു ചുവന്ന കളറിലുള്ള 5 ഇതിലുള്ള ഈ ഒരു ചെമ്പരത്തിക്ക് ഒരുപാട് പോഷക ഗുണങ്ങൾ ഏറെയാണ്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ ചെറുക്കുന്നതിനും ആർത്തവ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും അതുപോലെ നമ്മുടെ ചർമ്മ കാന്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടും ഇനിയാവട്ടെ നമ്മുടെ തലമുടിക്ക് നല്ല വളർച്ചയുണ്ടാക്കാനും തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും ഇനിയിപ്പോ തലയിലേക്ക് എണ്ണക്കെ തേച്ച് കുളിക്കുന്ന സമയത്ത് താളിയായിട്ട് ഉപയോഗിക്കാനും ഈ ഒരു ഇലയ്ക്കും പൂവിനൊക്കെ വളരെ തന്നെ ഗുണങ്ങളുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹെൽത്തി സ്ക്വാഷ് നിങ്ങൾക്ക് എല്ലാവർക്കും വീടുകളിൽ തയ്യാറാക്കി വെക്കാൻ പറ്റുന്നതാണ്. കണ്ണിന് കാണാൻ മനോഹരവും കഴിച്ചാൽ അതിലേറെ പോഷക ഗുണങ്ങളുള്ള ഈ ഒരു ചെമ്പരത്തി സ്ക്വാഷ് നിങ്ങൾ എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചളവിലാണ് ഈ ഒരു പൂവ് കിട്ടുന്നതെങ്കിൽ കുറേശ്ശെ പൂവായിട്ട് തന്നെ നമുക്ക് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. കൂടുതൽ അളവിലേക്കാവുമ്പോൾ നമുക്കതെല്ലാം കൂടി എടുത്തിട്ട് ഇതേ അളവിൽ നല്ലൊരു സ്ക്വാഷ് തയ്യാറാക്കി വെക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടെന്ന് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരമാണ് ഞാൻ ഓരോ ദിവസവും ഇതുപോലെയുള്ള സ്ക്വാഷൊക്കെ ഉണ്ടാക്കി കാണിച്ചു തരുന്നതും. നോക്കാം എങ്ങനെയാണ് നല്ലൊരു ഹെൽത്തി സ്ക്വാഷ് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. ഇനി നമുക്ക് ചെമ്പരത്തി സ്ക്വാഷ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 100 പൂവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല ഇതുപോലുള്ള 5 ഇതിലുള്ള പൂക്കളാണ് നമുക്ക് ഈ ഒരു സ്ക്വാഷ് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. ഇതുപോലുള്ള പൂവിന് നല്ല ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഞെട്ടുഭാഗം ഒന്ന് കളഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ ഇതളുകളൊന്ന് അടർത്തിയെടുക്കാം. ഈ ഒരു രീതിയിൽ അടർത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ചെമ്പരത്തിപ്പൂവും ഞാനിതുപോലെ ഒന്ന് ഇതളുകൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അതിനുശേഷം നമുക്ക് ഈ പൂവൊന്ന് വേവിച്ചു കൂടി എടുക്കണം. നമുക്ക് ഈ ഒരു പൂ കഴുകിയെടുക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് കൂടെ വരാം. നല്ല വൃത്തിയായിട്ട് തന്നെ ഞാനിവിടെ പൂ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെന്ത് വരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 ലിറ്റർ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. വറ്റിച്ച് വരുമ്പോഴേക്കും നമുക്ക് 1 ലിറ്റർ അളവിലേക്ക് ആക്കിയെടുക്കണം. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പൂ തിളപ്പിച്ചെടുക്കുന്നതിനായിട്ട് അടുപ്പിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മുടെ ചെമ്പരത്തി പൂവ് ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് വന്നപ്പോൾ തന്നെ നമ്മുടെ പൂവിൻ്റെ കളറെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുമുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ പൂവിൻ്റെ ഇപ്പോഴത്തെ കളറ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വേണം നമുക്കിതുപോലെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. പൂവിലെ എല്ലാ കളറും വെള്ളത്തിലേക്കൊന്ന് ലിഞ്ഞ് കിട്ടണം. അതുവരെയും നമുക്ക് ഇളക്കി കൊടുത്ത് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളിതിലേക്ക് ഒരു തരി പോലും ഒരു കളറോ ചേർത്തിട്ടില്ല. പെർഫെക്റ്റ് കളറാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചെമ്പരത്തി പൂവിൻ്റെ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല പോലെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇനി നമുക്ക് ഫ്ലെയിം സിമ്മിലേക്കൊന്ന് മാറ്റാം. അതിനുശേഷം ഒന്നുകൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല 1/2 ലിറ്റർ വെള്ളം ഒന്ന് വറ്റി വരണം. അതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചെമ്പരത്തി പൂവ് നല്ലതുപോലെ ഒന്ന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ കളറായിട്ടുള്ളത്. നമുക്കിനി ഈ ഒരു വെള്ളം ഒന്ന് തണുത്ത് വന്നതിന് ശേഷം ഇതൊന്ന് അരിച്ച് മാറ്റണം. അങ്ങനെ നമ്മുടെ ചെമ്പരത്തി തിളപ്പിച്ച വെള്ളം ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. പാത്രം നല്ലപോലെ ചൂടാക്കിയതിന് ശേഷമാണ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മളിതിലേക്ക് 1.5 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും 1 ലിറ്റർ വെള്ളമായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഒരു തരി പോലും കളറൊന്നും തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ തന്നെ നല്ല പിങ്ക് കളറാണ് കേട്ടോ. ഡാർക്ക് പിങ്ക് കളറാണ് നമ്മുടെ ഈ ഒരു ചെമ്പരത്തിപ്പൂ തിളപ്പിച്ച വെള്ളത്തിന് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി വെള്ളം തിളച്ച് വറ്റി വരണം. അതുവരെയും നമുക്കൊന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ചെമ്പരത്തിപ്പൂ ഇട്ട് തിളപ്പിച്ച വെള്ളം നന്നായിട്ടൊന്ന് ചൂടായൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലേക്ക് നമുക്ക് 1 കിലോ അളവിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. 1 ലിറ്റർ വെള്ളത്തിന് 1 കിലോ പഞ്ചസാര കറക്റ്റ് ആയിട്ടുള്ളൊരു അളവാണ് കേട്ടോ. ഇപ്പോൾ ചില പഞ്ചസാരയ്ക്ക് നല്ല മധുരം ഉണ്ടാവും, ചില പഞ്ചസാരയ്ക്ക് മധുരം കുറവായിരിക്കും. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്താൽ മതിയാകും.
അതുപോലെ നമ്മളിത് തിളപ്പിച്ചെടുക്കുമ്പോൾ നല്ല തേൻ പോലെ ആക്കിയെടുക്കണം. തേൻ പോലെ ആയി വരുമ്പോഴാണ് നമ്മുടെ ഈ ഒരു സിറപ്പ് പാകമായി കിട്ടുന്നത്. അതാണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ളൊരു പാകം. തേൻ എങ്ങനെയാണ് ഒരിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് ആയി വരും. അതുവരെയാണ് നമുക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കേണ്ടതും. ഇനിയിപ്പോൾ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർക്കാൻ പോവാണ്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഇനി പഞ്ചസാര കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് നല്ലപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. നിങ്ങൾ ഈ ഒരു സ്ക്വാഷൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ആൾക്കാർ ഇതുപോലുള്ള വലിയ വാവട്ടമുള്ള പാത്രത്തിൽ വെച്ച് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ വെള്ളമൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വറ്റിച്ചെടുക്കാൻ സാധിക്കുന്നതുമാണ്. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ പഞ്ചസാരയുടെ അളവ് 1 ലിറ്റർ അളവ് തന്നെ നിങ്ങൾ അളന്നെടുക്കണം. 1 ലിറ്റർ അളവ് എടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ മറ്റുള്ള പാത്രങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു വെള്ളം ബോട്ടിൽ വാങ്ങിയിട്ട് അതിൻ്റെ ആ ഒരു കുപ്പിയിൽ ഇതുപോലെ ഒന്ന് അളന്നെടുത്താലും മതിയാകും. അങ്ങനെ നമ്മുടെ ഈ ഒരു സിറപ്പ് തിളക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായിട്ടോ ഇതേ ഒരു കളറിലേക്ക് ഇപ്പോൾ നല്ല ഡാർക്ക് പിങ്ക് കളറിലേക്കൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്ക ചതച്ച് ചേർക്കാം. ഇപ്പോൾ നല്ല തേൻ മാതിരി ആയി വന്നിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 നാരങ്ങ നീര് കൂടെ ചേർക്കാം. നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പോലെ ഒന്ന് വെട്ടിത്തിളച്ച് വരുന്ന താമസം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചെമ്പരത്തി സ്ക്വാഷ് തയ്യാറാക്കി എടുക്കാനായിട്ടും. അപ്പോൾ വളരെ എളുപ്പത്തിലാണ് നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. ഇപ്പം നല്ല കളർഫുള്ളായിട്ടുള്ള ചെമ്പരത്തി സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് തണുത്ത് വരാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ചെമ്പരത്തി സ്ക്വാഷ് വെച്ചിട്ട് നല്ലൊരു ജ്യൂസ് തയ്യാറാക്കി കൊടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. ഇപ്പോൾ നമ്മുടെ ചെമ്പരത്തി സ്ക്വാഷ് നന്നായിട്ട് തന്നെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലുള്ള ചില്ല് കുപ്പികളിലേക്ക് ആക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഈ ഒരു സ്ക്വാഷ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തയ്യാറാക്കുവാണെങ്കിൽ 2 ആഴ്ച കാലത്തേക്ക് നമുക്ക് പുറത്ത് വെച്ചും സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത്. ഇനിയിപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനിയിപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതുപോലെ ജ്യൂസും സിറപ്പൊക്കെ തയ്യാറാക്കി കൊടുക്കുന്ന കൂട്ടുകാർക്ക് ഈ ഒരു സ്ക്വാഷും നിങ്ങൾക്ക് വിൽപ്പനയ്ക്ക് വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസ് ആയിട്ട് നാളെ എത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.